യൂറോപ്യന്മാരുടെ ആഗമനം. യൂറോപ്യന്മാരുടെ ആഗമനം തുടങ്ങുന്നത് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് ഒരു പാതയുണ്ടെന്ന് ബാർത്തലോമീസ് ഡയസ് 1488 കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് പിന്നെ അവർ യാത്രകൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് ലിസ്ബണിലെ രാജാവ് മാനുവൽ രാജാവായിരുന്നു. അദ്ദേഹം 1498 മെയ് 20 ഇന്ത്യയിലേക്ക് ഒരു കപ്പൽ വിടാനായിട്ട് ആരംഭിച്ചു. വ്യാപാര ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ അന്നത്തെ രാജാവ് മാനുവൽ രാജാവാണ്. 1498 മെയ് 20 അദ്ദേഹം ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് സെൻറ്റ് ഗബ്രിയൽ എന്നാണ് ആ കപ്പലിൻ്റെ പേര്. സെൻറ്റ് ഗബ്രിയൽ കപ്പലിൽ ഒരു കൂട്ടം പോർച്ചുഗീസുകാരെയാണ് അദ്ദേഹം അയക്കുന്നത്. അവരെ നയിച്ചത് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസുകാരനായിരുന്നു ആ കപ്പലിലെ ആൾക്കാരെ നയിച്ചിരുന്നത്. അപ്പം കച്ചവടത്തിനായിട്ട് അവർ വരുമ്പോഴത്തേക്ക് കോഴിക്കോടാണ് കപ്പലടുപ്പിക്കുന്നത്. കാപ്പാട് തുറമുഖത്താണ് അവരിറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് കോഴിക്കോട് നോക്കുമ്പോൾ അവിടെ മുന്നേ വിദേശികളായിട്ട് അറബികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നതിനാൽ കോഴിക്കോട് രാജാവ് ഇവരുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഒരു ഇഷ്ടം കാണിച്ചില്ല, താല്പര്യം കാണിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ഇവർ കണ്ണൂരേക്ക് മാറി. കണ്ണൂർ അറിയപ്പെടുന്നത് കോലത്ത് നാടെന്നാണ്. അപ്പോൾ അവിടെ ഭരിക്കുന്ന രാജാക്കന്മാരെ സാമൂതിരിമാരെന്നാണ് അറിയപ്പെടുന്നത്. അന്ന് മാനവിക്രമൻ എന്ന് പറയുന്ന രാജാവ് സാമൂതിരിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, മാനവിക്രമൻ. അപ്പം അദ്ദേഹമായിട്ടും നോക്കിയപ്പോൾ ഇവർക്ക് വലിയ കച്ചവട ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റിയില്ല. അപ്പം നേരെ ഇവിടെ നിന്ന് ഒരു കൊച്ചിയിലേക്ക് പോയി. കൊച്ചി രാജാവ് ഇവർക്ക് വാണിജ്യ ബന്ധം സ്ഥാപിക്കുകയും കൊച്ചി രാജാവുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സാമൂതിരിമാർ ഏകദേശം 400 കൊല്ലത്തോളം കേരളം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചി രാജാവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും 1498 നവംബറിൽ വാസ്കോ ഡി ഗാമ അവരുടെ സംഘമായിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ അവർ ചിലവാക്കിയതിൻ്റെ 60% കൂടുതൽ മുതലുമായിട്ടാണ്, അതായത് ഈ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കിയ 60% മുകളിൽ ലാഭമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് 1500 കബ്രാൾ വരുന്നു. അപ്പോൾ കബ്രാൾ വന്നപ്പോഴും ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. കണ്ണൂരും കോഴിക്കോടൊന്നും അവർക്ക് കച്ചവട ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റിയില്ല. കൊച്ചി രാജാവിൻ്റെ സഹായത്തോടെ അതും ഇതുപോലെ ഇരട്ടി ലാഭമായിട്ട് അദ്ദേഹവും തിരിച്ചുപോയി. അത് കഴിഞ്ഞ് 1502 വാസ്കോ ഡി ഗാമ വീണ്ടും രണ്ടാമത് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്. അപ്പോൾ അദ്ദേഹം വാസ്കോ ഡി ഗാമ രണ്ടാമത് വരുന്നത് 1502 അപ്പോൾ ആദ്യം വന്നത് 1498 മെയ് 20 1498 മെയ് 20 വാസ്കോ ഡി ഗാമ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നത് 1502 അന്ന് വന്നത് ഗോവയിലെ 5 ദ്വീപിലാണ് എത്തിയത്. 1502 വാസ്കോ ഡി ഗാമ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കച്ചവടം നടത്താനുള്ള പരമാവധി ശ്രമമൊക്കെ നോക്കി, നടന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ കണ്ണൂരേക്ക് പോയി നോക്കി, കോഴിക്കോട് നോക്കി, അവസാനം സാമൂതിരിമാരുമായിട്ട് തെറ്റുന്നു. സാമൂതിരിമാരുമായിട്ട് തെറ്റിയിട്ട് യുദ്ധമൊക്കെ ഉണ്ടായി. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ വീണ്ടും കൊച്ചിയിൽ നിന്ന് ചരക്ക് കൊടുത്ത് തിരികെ പോകുന്നു. 1503 അത് കഴിഞ്ഞ് അപ്പോൾ വാസ്കോ ഡി ഗാമ ഇവിടെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് 1503 അൽബുക്കർക്ക് വന്നു. അൽബുക്കർക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാസ്കോ ഡി ഗാമ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കും കച്ചവട ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെന്തോ ചെയ്തു, പുതിയൊരു രീതിയെടുത്തു. അതായത് കൊച്ചി രാജാവ് എപ്പോഴും ഈ കോഴിക്കോട് രാജാവിൻ്റെ കീഴിലുള്ള രാജാവായിരുന്നു. അപ്പോൾ ഈ കൊച്ചി രാജാവ് വാസ്കോ ഡി ഗാമയെ സഹായിച്ചു. അതിൻ്റെ പേരിലൊക്കെ ഇവരുമായി യുദ്ധം ചെയ്തു. കൊച്ചി രാജാവുമായിട്ട് യുദ്ധം ചെയ്യുക, അവരുടെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 1503 അൽബുക്കർക്ക് വന്ന സമയത്ത് എന്ത് ചെയ്തു, തിരിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കൊച്ചി രാജാവിനെ അവർ സഹായിച്ചു. അപ്പോൾ ഇതിൽ കൊച്ചി രാജാവിന് അതിയായ സന്തോഷം തോന്നി. അതിനോട് അൽബുക്കർക്കിനോട് സന്തോഷം തോന്നി. അതിൻ്റെ പ്രതിഫലം എന്നോണം, ഒരു സന്തോഷം എന്നോണം കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് വേണ്ടി സ്വന്തം ചെലവിൽ ഒരു കോട്ട പണിത് കൊടുത്തു. അതാണ് പള്ളിപ്പുറം കോട്ട.
അപ്പോൾ കൊച്ചി രാജാവ് അതിന് പള്ളിപ്പുറം കോട്ട എന്ന് പേരിട്ടു. പക്ഷേ യൂറോപ്യന്മാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ അതിനെ മാനുവൽ കോട്ട, കാരണം അവരുടെ രാജാവിൻ്റെ പേര് മാനുവൽ എന്നാണ്, അപ്പോൾ അവർ മാനുവൽ കോട്ട എന്ന് വിളിച്ചു. ഇതാണ് യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഇതാണ്, മാനുവൽ കോട്ട. 1903 അൽബുക്കർക്ക് വന്ന സമയത്താണ് ഇത് നടക്കുന്നത്. 1502 വാസ്കോ ഡ ഗാമ വന്നു, അതുപോലെ തിരിച്ചു. 1503 പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട. അത് കഴിഞ്ഞ് കച്ചവട ബന്ധമൊക്കെ ഏകദേശം നന്നായി. യൂറോപ്യന്മാർക്ക് കുറച്ച് ആധിപത്യം കൂടി വന്നു. ഇതും കൂടെയൊക്കെ ആയപ്പോൾ അതോടുകൂടി അവർ തിരികെ പോയി. അതുപോലെ അത് കഴിഞ്ഞ് 1505 അൽമേഡ വന്നു. അദ്ദേഹം വരുന്നത് പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് അൽമേഡ വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ കുറച്ച് സാമ്രാജ്യത്വം ഇതൊക്കെ ആയി എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഒരു ഏഞ്ചലോസ് കോട്ട പണിതു. അത് കഴിഞ്ഞ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജലനയം ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നു. നീലജലനയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ 3 ഭാഗവും വെള്ളമല്ലേ, ഈ 3 ഭാഗവും വെള്ളമാണ്. അപ്പം കപ്പൽ വന്നാൽ തീരത്ത് അടുക്കണമെങ്കിൽ ഇത്രയും പോർഷനിൽ എവിടെയെങ്കിലും വന്നാലല്ലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവരിതിൽ ആധിപത്യം സ്ഥാപിച്ച മറ്റുള്ള രാജ്യക്കാർ ഇതിലേക്ക് വന്ന് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ തുടങ്ങി. ഇവർക്ക് അറിയാൻ പറ്റും അല്ലേ, അപ്പോൾ അറിയാം. അതിനു വേണ്ടിയാണ് ഇവരിത് കാണിച്ചത്. ഈ നീലജല നയം എന്ന് പറയുന്ന പോളിസി, അതായത് ഈ വാട്ടർ ഇതുള്ള എല്ലാ ഏരിയയും ഇവരുടെ ഒരു ആധിപത്യത്തിലായി. അതിനുശേഷം അവർ കാർട്ടർ സംവിധാനം ഏർപ്പെടുത്തി. അതായത് അതൊരു പാസ്സാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മുടെ സമുദ്രത്തിലേക്ക് ഇന്ത്യയിലെ ചുറ്റുമുള്ള സമുദ്രത്തിലേക്ക് ഏതെങ്കിലും കപ്പലുകൾ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ അതിനെ ചോദ്യം ചെയ്ത് എന്തിനാണ് വന്നത്, എങ്ങനെയാണ് വരുന്നത്, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ട് ജനുവിനാണ്, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നിയാൽ മാത്രമേ അവർ പാസ് കൊടുക്കത്തുള്ളൂ. ഈ പാസ് കൊടുത്താലേ ഇവർക്ക് ഇങ്ങോട്ട്, അതിനെയാണ് നമ്മൾ കാർട്ടസ്, ആ പാസിനെ പറയുന്നതാണ് കാർട്ടസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അവർ കാർട്ടസ് സംവിധാനം ഏർപ്പെടുത്തി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് 1509 പോർച്ചുഗീസ് വൈസ്രോയി എന്നുള്ള പദവിയൊക്കെ ഉപേക്ഷിച്ച് അൽമേഡ തിരിച്ചുപോയി, ലിസ്ബണിലേക്ക് തിരികെ പോയി. അത് കഴിഞ്ഞ് 1509 രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന അൽബുക്കർക്കാണ്. രണ്ടാമത്തെ, അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ വൈസ്രോയി എന്നതിനേക്കാൾ ഉപരി ഗവർണർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ വൈസ്രോയി എന്ന് പറയും. അപ്പോൾ വൈസ്രോയി അൽബുക്കർക്ക് നിയമിതനായി. 1510 അദ്ദേഹം എന്ത് ചെയ്യുന്നു, പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. ഗോവയിൽ കുറച്ചുകൂടി ഇവർക്ക് വ്യാപാരം നടത്താൻ എളുപ്പമുണ്ട് എന്നുള്ള രീതിയിൽ പോർച്ചുഗീസ് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അപ്പോൾ ഗോവ ഇവർ ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്താണ് ഇവർ 1510 കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ഇതിൻ്റെ തലസ്ഥാനം മാറ്റിയത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയൊരു മിക്സഡ് കോളനി സമ്പ്രദായം, മിക്സഡ് കോളനി സിസ്റ്റം. അതായത് ഇന്ത്യയിലെ സ്ത്രീകളെ ഈ വരുന്ന പോർച്ചുഗീസുകാർ വിവാഹം ചെയ്യുകയാണെങ്കിൽ, അൽബുക്കർക്കിൻ്റെ ഒരു പ്ലാനാണ്, ഇവർക്ക് കുറച്ചുകൂടി ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. ഇപ്പം കുറേ ആൾക്കാർ ഇവരെ കൂടെ അങ്ങ് ചേരുമല്ലോ, ബന്ധുത്വവും ബലവും ഒക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ അൽബുക്കർക്കിൻ്റെ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു. ഈ ഒരു മിക്സ്ഡ് കോളനി സിസ്റ്റമാണ് സത്യത്തിൽ പോർച്ചുഗീസുകാരുടെ അധപ്പതനത്തിന് വഴിയൊരുക്കിയത്. അത് കഴിഞ്ഞ് ഇനി വീണ്ടും 1524 വാസ്കോ ഡ ഗാമ ഒരുപാട് കാലത്തിന് ശേഷം, അതായത് കുറച്ച് പ്രായമൊക്കെ ചെന്നിട്ടാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ 1524 മൂന്നാമത്തെ വരവ് വരികയാണ്. അപ്പോൾ ആദ്യം 1498 മെയ് 20, അത് കഴിഞ്ഞ് 1502 വന്നു, അത് കഴിഞ്ഞ് 1524, 1498 മെയ് 20, അത് കഴിഞ്ഞ് 1502 വന്നു, 1524 വാസ്കോ ഡ ഗാമ. അദ്ദേഹം വരുന്നത് വെറുതെ അല്ല, ഇന്ത്യയുടെ 6ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ തിരികെ വരുന്നത്. അപ്പം അതിനു മുന്നേ
ഒന്നാമത്തെ വൈസ്രോയി ആയിരുന്നത് അൽമേഡയാണ്. രണ്ടാമത് അപ്പോൾ അൽമേഡ പകുതി വെച്ച് നിർത്തിയിട്ട് പോയി. അപ്പോൾ രണ്ടാമത് അൽബുക്കർക്കായി. അതിനിടയ്ക്ക് കുറേ പേര് വന്നു പോയി. വീണ്ടും 3-4 പേര് വന്നു. അവസാനം 6ാമത്തെ ആളായിട്ട് ആയിരുന്നു വാസ്കോഡ ഗാമ വരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് കൊച്ചിയിൽ അദ്ദേഹത്തിന് കൊച്ചി തലസ്ഥാനമൊക്കെ ആയിട്ട് ഒത്തിരി നാളായി. അതിനുശേഷം പിന്നെ അദ്ദേഹം വന്നിട്ടൊന്നുമില്ല. പക്ഷെ കൊച്ചിയിൽ വെച്ച് 1524 തന്നെ അദ്ദേഹം മരണം അടയുന്നുണ്ട്. ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേദിവസം മലമ്പനി ബാധിച്ചാണ് മരണം അടയുന്നത്. അദ്ദേഹം മരണം അടയുന്നത്. അപ്പോൾ കൊച്ചി വെച്ച് മരിച്ചതുകൊണ്ട് കൊച്ചിയിൽ തന്നെ അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ പള്ളി അവിടെ കൊച്ചിയിലുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ ചർച്ചായിരുന്നു സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഗോത്തിക് ശൈലിയിലാണ് അത് പണിതത്. അപ്പോൾ ഇന്ത്യയിൽ അവർ പരിചയപ്പെടുത്തിയ ഒരു ശൈലിയാണ് ഗോതിക് ശൈലി. അപ്പോൾ അവർ ഗോതിക് ശൈലി പണിത സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. അത് കഴിഞ്ഞ് 1539 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവർ ലിസ്ബണിലേക്ക് തിരികെ കൊണ്ടുപോയി. അപ്പോൾ അത്രയാണ് വാസ്കോഡ ഗാമയുടെ യൂറോപ്യൻ ആധിപത്യത്തിൽ വാസ്കോഡ ഗാമയുടെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് 1524 നമുക്ക് പുതിയ വൈസ്രോയി വരികയാണ്, മെനസസ്, ഹെൻറിക് മെനസസ്. പുതിയ വൈസ്രോയിയാണ്. ഇത് നമുക്ക് അടുത്തതിൽ നോക്കാം, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും.